Guys, welcome back to EduZone. Next, we have to discuss 7th chapter from food production to food security. We have to read the diary of Nino. Listen. Beneath the clear sky, there lies the green field. How exciting it to see the crops in the green paddy field nodding in the breeze. Since it is a holiday, my sister and I went to farm with my father and mother. Not only paddy but vegetables are also cultivated nearby. There are almost all vegetables like eggplant, brinjal, yard long beans, snake gourd, lady's finger, spinach, yam, sorghum, etc. to harvest. I was amazed at the sight of the garden ready to be harvested. Today we returned home with a lot more than usual harvest. My father always cultivates almost all things we need as food. As we got more than usual, my mother gave some to keep this house and sold the rest in the market. Here, the starting of the chapter, we can see a small house and a paddy field, banana, some other vegetables like eggplant, brinjal, yard, long beans, lady's finger, spinach, yam, sorghum, etc. Okay, here we read Ninu's diary. We can clear that under the sky, clear sky, we can see exciting crops in the green paddy field nodding in the breeze. ഓക്കെ, അതായത് ഇളങ്കാറ്റിൽ തലയാട്ടി നിൽക്കുന്ന പച്ച കളറുള്ള വയലുകൾ അല്ലേ. ഇൻസ്പൈറ്റ് ദ പാഡി ബട്ട് വെജിറ്റബിൾസ് ആർ ഓൾസോ കൾട്ടിവേറ്റഡ് അല്ലേ. പാഡി ഫീൽഡിലേക്ക് ആരൊക്കെ പോയത്? നീതു ആൻഡ് ഹെർ സിസ്റ്റർ അല്ലേ. ബിക്കോസ് ഇറ്റ് ഈസ് എ ഹോളിഡേ അല്ലേ. In the holiday, Needu and her sister went to the farm with her father and mother. Not only paddy but vegetable are also cultivated. അവിടെ നെൽകൃഷി മാത്രമല്ല, ആ വീട്ടിലേക്ക് ആവശ്യമായ മിക്ക വെജിറ്റബിൾസും എന്ത് ചെയ്യുന്നുണ്ട്? വയലിൽ കൃഷി ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് വെജിറ്റബിൾസ് എന്ന് നമ്മൾ പറഞ്ഞത്? എഗ് പ്ലാന്റ്, ബ്രിഞ്ചൽ, രണ്ടും വഴുതനങ്ങ തന്നെയാണ്, രണ്ട് ചെറിയ ചെറിയ വ്യത്യാസമുണ്ട്. യാർഡ് ലോങ് ബീൻസ്, അതൊരു ശബാമതി ബീൻസാണ്, പയർ പോലെയുള്ളൊരു ചെടിയാണ്. സ്നേക്ക് ഗാർഡ്, പടവലങ്ങ, അതുപോലെ വെണ്ടയ്ക്ക, ചീര, പിന്നെ ചോളൻ. ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ വസ്തുക്കളും എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ വയലിൽ അവർ കൃഷി ചെയ്യുന്നുണ്ട്. ഐ വാസ് അമേസ്ഡ് അറ്റ് ദ സൈറ്റ് ഓഫ് ദ ഗാർഡൻ റെഡി ടു ബി ഹാർവസ്റ്റഡ്. ഇത് നമ്മളെന്ന് പറയുന്നത് വെച്ചാൽ എല്ലാം ഹാർവസ്റ്റ് ചെയ്യാൻ പാകമായ വയലാണ്, എല്ലാം കൊയ്തെടുക്കാൻ ആവശ്യമായ രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. കാണാൻ നല്ല മനോഹരമായിട്ട് തോന്നി. അപ്പോൾ നീതുവിന് എന്ത് ചെയ്തിട്ടുണ്ട്? വളരെ സന്തോഷമായി. ടുഡേ വി റിട്ടേൺ ഹോം വിത്ത് എ ലോട്ട് മോർ ദാൻ യൂഷ്വൽ ഹാർവസ്റ്റ്. സാധാരണ കിട്ടുന്നതിനേക്കാളും കൂടുതൽ ഈ ദിവസം കിട്ടിയിട്ടുണ്ട്. മൈ ഫാദർ ഓൾവേസ് കൾട്ടിവേറ്റ് ഓൾമോസ്റ്റ് ഓൾ തിങ്സ് വി നീഡ് ആസ് ഫുഡ്. ഭക്ഷണത്തിൽ ആവശ്യമായ എല്ലാ സാധനങ്ങളും എൻ്റെ ഫാദർ അവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ആസ് വി ഗോട്ട് മോർ ദാൻ യൂഷ്വൽ മൈ മദർ ഗേവ് സം ടു കീർത്തിസ് ഹൗസ് ആൻഡ് സോൾഡ് റെസ്റ്റ് ഇൻ ദ മാർക്കറ്റ്. കുറച്ച് ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കി കീർത്തിൻ്റെ വീട്ടിൽ കൊടുത്ത് അയൽപ്പക്കത്ത് കൊടുത്തിട്ട് ബാക്കി എന്ത് ചെയ്യുന്നു? മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കുകയാണ് ചെയ്യാറുള്ളത് സാധാരണ. ഇതാണ് ഒരു ഫാമിലി. ആ ഫാമിലിക്ക് ആവശ്യമായ എല്ലാ ഫുഡും അവരവിടെ തന്നെ കൃഷി ചെയ്യുന്നുണ്ട്. പാഡി കൃഷി ചെയ്യുന്നുണ്ട് അല്ലേ, റൈസ്. പിന്നെ അതുകൂടാതെ അവർക്ക് ഒരു ദിവസം ആവശ്യത്തിലധികം അവർ മറ്റ് പച്ചക്കറികളും കൃഷി ചെയ്യുന്നു എന്നാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് പലതരത്തിലുള്ള കൾട്ടിവേഷൻ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അതിന് മുമ്പ് വാട്ട് കൈൻഡ് ഓഫ് ഫുഡ് ക്രോപ്സ് ഡു ദേ കൾട്ടിവേറ്റഡ് ഫോർ ഡെയിലി പർപ്പസ് അല്ലേ. നീതു എന്തൊക്കെയാണ് അവർ ഡെയിലി പർപ്പസിന് വേണ്ടി കൃഷി ചെയ്യുന്നതെന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് യു ഹാവ് റീഡ് ആൻ എക്സെപ്റ്റ് ഫ്രം നീതുസ് ഡയറി അല്ലേ. നീതുവിൻ്റെ ഡയറിയിൽ നിന്നുള്ളതാണ് നമ്മൾ വായിച്ചത്. വാട്ട് കൈൻഡ് ഓഫ് ഫുഡ് ക്രോപ്സ് ഡു ദേ കൾട്ടിവേറ്റ് ഫോർ ഡെയിലി പർപ്പസ് അല്ലേ. ദിവസം അവരുടെ ഭക്ഷണാവശ്യത്തിന് ആവശ്യമായ എന്തൊക്കെ ഫുഡുകളാണ് അവർ കൃഷി ചെയ്ത്, ഫുഡ് വിളകളാണ്, ഭക്ഷ്യവിളകളാണ് അവർ കൃഷി. നമ്മൾ നേരത്തെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറഞ്ഞു പാഡി അല്ലേ, നെല്ല് കൃഷി ചെയ്യുന്നുണ്ട് അല്ലേ. നമ്മൾ മെയിനായിട്ട് നമ്മുടെ ഫുഡ് എന്ന് പറയുന്നത് റൈസാണ്, അത് കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ അത് കൂടാതെ ധാരാളം വെജിറ്റബിൾസ് ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത് അവിടെ കൃഷി ചെയ്യുന്നത്? എഗ് പ്ലാന്റ്, ബ്രിഞ്ചൽ, യാർഡ് ലോങ് ബീൻസ്, സ്നേക്ക് ഗാർഡ്, ലേഡീസ് ഫിംഗർ, സ്പിനാഷ്, യാം, sorghum അല്ലേ. ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ കൃഷി. അപ്പോൾ നമുക്കിവിടെ എഴുതാം വാട്ട് കൈൻഡ് ഓഫ് ഫുഡ് ക്രോപ്സ് ദേ കൾട്ടിവേറ്റ് ഫോർ ഡെയിലി പർപ്പസ്. വാട്ട് ആർ ദേ?
പാഡി എഴുതി. പിന്നെ എന്തൊക്കെ എഴുതി? എഗ് പ്ലാന്റ്, ബ്രിഞ്ചൽ, യാർഡ് ലോങ് ബീൻ, സ്നേക്ക് കാർഡ്, ലേഡീസ് ഫിംഗർ, സ്പിനാഷ്, യാം, സോഗം, എക്സെട്ര. ഓക്കെ.